നമസ്കാരം. പൈവളികയിൽ കാണാതായ 15 വയസ്സുകാരിയുടെയും അയൽവാസിയുടെയും മരണം ആത്മഹത്യയെന്ന പ്രാഥമിക നിഗമനത്തിൽ പോലീസ്. ഇന്ന് രാവിലെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് നടത്തിയ തിരച്ചിലിലാണ് പെൺകുട്ടിയുടെ വീടിന് സമീപത്തെ വനത്തിൽ നിന്നും ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ആത്മഹത്യ തന്നെയാണോ എന്ന കാര്യം സ്ഥിരീകരിക്കാനാവുകയുള്ളൂവെന്ന് കുമ്പള CI വിനോദ് കുമാർ പ്രതികരിച്ചു. ആത്മഹത്യയെങ്കിൽ അതിലേക്ക് നയിച്ച കാരണമെന്തെന്ന് അറിയാൻ അന്വേഷിക്കേണ്ടതുണ്ടെന്നും പോലീസ് അറിയിച്ചു. മൃതദേഹം കണ്ടെത്തിയതിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ നേരത്തെയും തിരച്ചിൽ നടത്തിയിരുന്നു. ഇരുവരുടെയും കൃത്യമായ ഫോൺ ലൊക്കേഷൻ നേരത്തെ ലഭിച്ചിരുന്നില്ല. കാണാതായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും തുമ്പുകളൊന്നും കിട്ടാതെ വന്നതോടെ ബന്ധുക്കൾ പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ പോലീസ് കൃത്യമായി തിരച്ചിൽ നടത്തിയിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫെബ്രുവരി 12 പുലർച്ചെയാണ് പെൺകുട്ടിയെ കാണാതായത്. അയൽവാസിയായ 42-കാരൻ പ്രദീപിനെയും അന്ന് തന്നെ കാണാതായി. ഇരുവരുടെയും മൊബൈൽ ഫോൺ ലൊക്കേഷൻ ലഭിച്ചത് വീടിന് 1 കിലോമീറ്റർ പരിധിയിലായിരുന്നു. ഡ്രോൺ, ഡോഗ് സ്ക്വാഡ് എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോലീസ് പല ഘട്ടങ്ങളിലായി തിരച്ചിൽ നടത്തിയെങ്കിലും സൂചനകളൊന്നും ലഭിച്ചില്ല. CCTV കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലും എങ്ങുമെത്തിയില്ല. പോലീസിന്റെ അന്വേഷണം ഊർജിതമല്ലെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചിരുന്നു. ഒടുവിൽ ഇന്ന് നാട്ടുകാരുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലിലാണ് പെൺകുട്ടിയുടെ വീടിന് 200 മീറ്റർ അകലെ ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. രണ്ടുപേരുടെയും മൊബൈൽ ഫോണുകളും കത്തിയും ചോക്ലേറ്റിന്റെ കവറും സമീപത്ത് നിന്ന് കണ്ടെത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇരുവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ നിർണായകമായത് കർണാടകയിൽ ബന്ധുവിന് അയച്ചു കൊടുത്ത 97 ചിത്രങ്ങളാണ്. ഫോണുകൾ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഇനിയും തെളിവുകൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഫെബ്രുവരി 12 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കാണാതായത്. കുട്ടിയെ കാണാതായ ദിവസം തന്നെ പ്രദേശവാസിയായ പ്രദീപിനെയും കാണാതാവുകയായിരുന്നു. ഇതേ ദിവസമാണ് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കർണാടകയിലുള്ള ബന്ധുവിന് അയച്ചു കൊടുത്തത്. പല സ്ഥലങ്ങളിലായി വെച്ച് പല സമയത്തായി എടുത്ത ചിത്രങ്ങളാണ് അയച്ചു നൽകിയത്. ഇതിലൂടെയാണ് ഇരുവരും ഒരുമിച്ചുണ്ടാകുമെന്ന സൂചന പോലീസിന് ലഭിച്ചത്. പിന്നാലെ കർണാടക പോലീസിനെ ബന്ധപ്പെട്ട് കർണാടകയിലും തിരച്ചിൽ നടത്തിയിരുന്നു. കർണാടകയിലേക്ക് ഇരുവരും പോയിട്ടില്ലെന്ന് ഉറപ്പിച്ചതോടെയാണ് വീടിന്റെ പരിസരത്ത് അന്വേഷണം വ്യാപിപ്പിച്ചത്. തുടർന്നാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പരിസരത്ത് നിന്ന് ആത്മഹത്യാക്കുറിപ്പുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. പ്രദേശത്തെ CCTVകളടക്കം പരിശോധിച്ചിരുന്നതായും പോലീസ് വ്യക്തമാക്കി. ഫെബ്രുവരി 12 കാണാതായ പെൺകുട്ടിക്കായി 26ഓളം ദിവസം കുടുംബവും പ്രദേശവാസികളും തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. ഇതിനിടയിലാണ് വീട്ടിൽ നിന്ന് 200 മീറ്റർ അകലെ കുട്ടിയെയും അയൽവാസിയായ പ്രദീപിനെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പ്രദീപ് പെൺകുട്ടിയുടെ പിതാവിന്റെ സുഹൃത്തായിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. പിതാവിന്റെ ചികിത്സാ ആവശ്യങ്ങൾക്കുൾപ്പെടെ ഓട്ടോ ഡ്രൈവറായ പ്രദീപാണ് എത്തിയിരുന്നത്. വീട്ടിലേക്ക് മറ്റ് ആവശ്യങ്ങൾക്കും പ്രദീപ് എത്തിയിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. അനുജത്തിക്കൊപ്പം രാത്രി ഉറങ്ങാൻ പോയ മകളെ പുലർച്ചെയോടെയാണ് കാണാനില്ലെന്ന് കുടുംബം മനസ്സിലാക്കിയത്. അന്വേഷണത്തിൽ വീടിന്റെ പിൻവാതിൽ തുറന്നാണ് കുട്ടി പുറത്തേക്ക് പോയതെന്നും കണ്ടെത്തി. ഇതോടെ പിതാവ് ആദ്യം വിളിച്ചത് സുഹൃത്തും അയൽവാസിയുമായ പ്രദീപിനെയായിരുന്നു. എന്നാൽ പ്രദീപിനെ ഫോണിൽ ബന്ധപ്പെടാനായില്ല. ഇതോടെ കുടുംബം കുട്ടിക്കായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. കുട്ടിയുടെ ഫോൺ ആദ്യം വിളിച്ചപ്പോൾ റിങ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫ് ആകുകയായിരുന്നു. പ്രദീപിന്റെ ഫോണും സമാന രീതിയിൽ സ്വിച്ച് ഓഫ് ആയി. ഇതോടെയാണ് പ്രദീപ് ആയിരിക്കാം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന സംശയം ഉയർന്നത്. ടവർ ലൊക്കേഷൻ കണ്ടെത്തിയത് വീടിന് സമീപമുള്ള കാട്ടിലായിരുന്നു. ഇതോടെ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് നാട്ടുകാർ തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. 90 ഏക്കർ വിസ്തൃതിയുള്ള കാട്ടിൽ നടത്തിയ തിരച്ചിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. മൃതദേഹങ്ങൾക്ക് 1.5 ആഴ്ചത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. അഴുകിയ നിലയിലായിരുന്നു 2 മൃതദേഹങ്ങളും കണ്ടെത്തിയത്.